ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ടുവാ. ഇത് ഫൈനൽ എപ്പിസോഡ്. അതിനായിട്ട് ഹീറോയി ഡേയ്സ് പോണേ. ഹീറോയി പ്രഗ്നൻ്റായി. ഹീറോയ്ക്ക് ട്വിൻസ് ബേബി, ഫസ്റ്റ് ബോയ് ഗേൾഫ്രണ്ടാണ്. അങ്ങനെയായിട്ട് ഹീറോയിൽ ഭയങ്കര ജോലിയായിട്ട് അവരെ കൂടെ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹീറോ അറിയാതെ ആറാമിൻ്റെ ബേബി സ്കൂളിൽ പോവാണ്. 3ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കുകയാണ്. ഹീറോയിൻ ബേബിക്ക് ഇപ്പോൾ 3ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇപ്പോൾ ബേബി 1ാം ക്ലാസ്സിൽ പോവാണ്. ഇതിൻ്റെ 2 ബേബി ട്വിൻസ്. ഹീറോയി പറയാതിരുന്നെങ്കിൽ കുട്ടികളെ പറയുന്ന കേൾക്ക്, മമ്മിക്ക് ജോലിയുണ്ട്. അങ്ങനെ കുട്ടി കയറിങ്ങനെ ശബ്ദം കേട്ട് ഹീറോയി കുടുകുടു ഓടിപ്പോയി. അത് ബോയ് ബേബിയാണ്. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ഇങ്ങനെ കുട്ടിക്ക് 1 വയസ്സായി. ഹീറോയ്ക്ക് ഭയങ്കര ക്യാരിങ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 6 ഓഫീസിൽ പോകുന്ന റെഡി ആയിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ ഹീറോയി ഇങ്ങനെ ഒരു ഷർട്ട് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഹീറോയി ഹീറോ ക്യൂട്ടായിട്ടുണ്ടല്ലോ. 6 പറയാം ഞാൻ ഓഫീസിൽ പോകുന്നില്ല എന്നായിട്ട് 6 പറയായിരുന്നു. എന്ത് ഓഫീസിൽ പോകുന്നില്ല? ഹീറോയി ഇങ്ങനെ ബാഗ് എടുത്തോണ്ട് വേഗം വന്നായിരുന്നു. ബാഗ് കൊടുക്കാൻ പോയിരുന്നു ഹീറോയി. ഞാൻ പോകുന്നില്ല എന്ന് പറയായിരുന്നു. വാ നമ്മ പോയി നോക്ക് എന്നെ പറയായിരുന്നു. ഹീറോയി അടി വേണം, നമുക്ക് എവിടുന്ന് പോ എന്ന് ഹീറോയി ചിരിച്ചത് 6 അവിടെ നിന്ന് വെച്ച് വായിച്ച് 6 സാഡായി എന്ന് പറഞ്ഞു ഓഫീസ് പോയായിരുന്നു. അതിനായിട്ട് 6 ഓഫീസ് പോയി നല്ല ജോലി ചെയ്തിരുന്നു. ഹീറോയി ഭയങ്കര നല്ല ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. അങ്ങനെയായിട്ട് ഡേയ്സ് പോകാൻ തുടങ്ങി. അങ്ങനെയായിട്ട് അങ്ങനെ 6 പറയായിരുന്നു. അങ്ങനെ ഹീറോയ്ക്കോട്ട് നല്ല റൊമാൻസ് ഇതായിരുന്നു. അതിനായിട്ട് ഹീറോയി വോമിറ്റ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹീറോയി അതൊന്നും ആയിക്കോട്ടെ, എന്ത് പറ്റി? എന്ത് പറ്റാനുള്ളത്? അങ്ങനെ ഹീറോയി മുറിക്കായിരുന്നു. ഇങ്ങനെ ചിരിക്കായിരുന്നു. അങ്ങനെ ഹീറോയി ബെഡിനിട്ടാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ. അങ്ങനെ ഹീറോയി ഹോസ്പിറ്റലിലൊക്കെ വിളിച്ചുകൊണ്ട് പോയിരുന്നു. അപ്പോൾ ആറാമിൻ്റെ എക്സ് വൈഫ് അവിടെ ഉണ്ടായിരുന്നു. എക്സ് വൈഫ് ഷോക്കായിരുന്നു. മിനി എന്നെ പറഞ്ഞു. അതെ, ആറാമിൻ്റെ എക്സ് വൈഫ് മിനി നഞ്ചൂൻ എങ്ങനെ ഉണ്ടിടാ? ഓക്കെയാണ്. മുറിച്ചിട്ട് ഇവിടെ പിടിച്ചു. എനിക്കിപ്പോൾ റിയസ് സൈഡാ. ഞാൻ ലവ് ചെയ്ത ചെക്കൻ ചതിച്ചിട്ട് അവന് പറഞ്ഞു നിനക്ക് അവൻ്റെ കൂടെ മാരേജ് ആയില്ലേ? ഞാൻ ഡിവോഴ്സ് ചെയ്തിട്ട് നിൻ്റെ കൂടെ വരാം എന്നെ പറഞ്ഞു. മുറയ്ക്കായിരുന്നു. ഇപ്പോൾ നിനക്കും എനിക്ക് സമ്മതമില്ല, നീ ഇവിടുന്ന് പോകുന്ന പറഞ്ഞു. നമ്മൾ 2 പേര് മാരേജ് കഴിച്ചാണ്. ഞാൻ വീട്ടിൽ വരാടാ, നമ്മൾ മോനുണ്ട്. അങ്ങനെയായിട്ട് മിനി പറയായിരുന്നു. നമുക്ക് ടെൻഷനായി. വഴക്ക് പറയായിരുന്നു. അങ്ങനെ ഹീറോയി വന്നു. എന്ത് പറ്റി ഞാൻ കേട്ടു. ആരാ ഇത് എന്ന് കേട്ടായിരുന്നു. നീ ആരടിയാന്ന് ചോദിച്ചായിരുന്നു. അങ്ങനെ ഹീറോയി മുറയ്ക്കായിരുന്നു. നീ ആരാ? പറഞ്ഞു ഇത് എക്സ് വൈഫ്. ആറാമിനൊപ്പം പോകും കിളികൾ ചേർന്ന് ഹീറോയി. നീ എന്താടാ ഇപ്പോൾ വരുന്നത്? അത് മാത്രമല്ല എനിക്കിപ്പോൾ ബേബീസ് എന്നിട്ട് ആ പെണ്ണ് മിരട്ടിയായിരുന്നു. അങ്ങനെ ആ പെണ്ണ് ഹീറോയെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഹീറോയ്ക്ക് ഡെലിവറി പെയിൻ വന്നു. അപ്പോഴാണ് ആ പെണ്ണ് ഹോസ്പിറ്റലിൽ വന്നത്. നോക്കുമ്പോൾ ഹീറോയിൻ്റെ അടുത്ത് ബേബീസ് എല്ലാം ഉണ്ടായിരുന്നു. അത് കണ്ടു. ഇവനിക്ക് ഇപ്പോൾ അത് സെറ്റിലായി. അങ്ങനെയായിട്ട് പറയായിരുന്നു. നമുക്ക് എൻ്റെ ഒരു കുട്ടി ജനിച്ചു. നല്ല ക്യൂട്ടായ ബോയ് ബേബിയാണ്. ഹീറോയ്ക്ക് ആയിട്ട് ഹാപ്പി ആയിട്ട് ഫാമിലി വീട്ടിൽ പോയി. കുറച്ച് ഡേയ്സ് പോയിട്ട് കുട്ടി വളർന്നു. എല്ലാവർക്കും